നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ അവിയലാണ്. നമ്മുടെ സദ്യ അവിയൽ എങ്ങനെ അതീവ രുചിയോടെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അവിയൽ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 2 മീഡിയം സൈസിലുള്ള വെള്ളരിക്ക ലോങ് ആയി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് നമ്മുടെ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 1.5 പടവലങ്ങ ലോങ് ആയി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് വെള്ളരിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 നമ്മുടെ ഏത്തക്ക, പച്ച ഏത്തക്കയും കുറച്ച് വഴുതനങ്ങയാണ്. ഇവിടെ ഏകദേശം 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, 2 ഏത്തക്കായും എടുത്തിട്ടുണ്ട്. അതും ലോങ് ആയിട്ടാണ് എരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ 250 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. അതും ചെറുതായി ലോങ് ആയി എരിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. 6 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടി പോകരുത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും നന്നായി കഷ്ണങ്ങളിലോട്ടെല്ലാം നന്നായി പിടിച്ച് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓണാക്കി മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങൾ നന്നായി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് ചെറുതായി ഒതുക്കിയെടുക്കാം. നമ്മളിവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 4 പച്ചമുളക് ചെറുതായി കണ്ടിച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. അവിയലിന് നല്ല ഫ്ലേവർ കിട്ടാനാണ്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പച്ചമുളകും കറിവേപ്പിലയും ജീരകം എല്ലാം നന്നായി ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. ചെറുതായി ഒതുങ്ങി കിട്ടണം. നമ്മുടെ തേങ്ങ നന്നായി ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മാറ്റി വെക്കാം. നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങൾ ഏകദേശം 15 മിനിറ്റോളം നമ്മുടെ അവിയൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുള്ളൂ. നമുക്കിനി ഇതിലോട്ട് മുരിങ്ങക്കോല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മുരിങ്ങക്കോല് ഇടാത്തത്, നമ്മുടെ മുരിങ്ങക്കോല് പെട്ടെന്ന് അവിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ 1/4 ഭാഗം വെന്ത് കഴിഞ്ഞ് മുരിങ്ങക്കോല് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് മുരിങ്ങക്കോല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി നന്നായി ഒന്ന് മുരിങ്ങക്കോലും നമ്മുടെ കഷ്ണങ്ങളും നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങൾ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 10 മിനിറ്റോളം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി നോക്കാം മൂടി. നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരുന്ന നമ്മുടെ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് നന്നായി ആവി കയറ്റി എടുക്കണം. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അവിയലിൽ മാങ്ങയാണ് ചേർക്കുന്നെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ ഈ തേങ്ങ ഇടുന്നതിന് മുമ്പ് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തൈരാണ് പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ നന്നായി തേങ്ങയുടെ പുറത്തോട്ട് തട്ടിപ്പൊത്തി വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവിയൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
നമ്മുടെ തേങ്ങ ഏകദേശം 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായി ആവി കയറി വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായി ഇളക്കിയിട്ട് കൊടുക്കാം. തേങ്ങ നന്നായി തട്ടിപ്പൊത്തി വെച്ചിരുന്ന നമ്മുടെ തേങ്ങ നന്നായി ഇളക്കി ഒന്നും കൂടി നമുക്ക് തട്ടിപ്പൊത്തി വെച്ച് നന്നായി ആവി കയറ്റിയെടുക്കാം. നമ്മുടെ അവിയൽ നന്നായി ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നമ്മുടെ അവിയലിലുള്ള വെള്ളമെല്ലാം നന്നായി വറ്റിപ്പോകാനായിട്ടാണ്. അവിയലിലെ വെള്ളമയൊക്കെ നന്നായി പോയി കിട്ടണം. അതുവരെ നമുക്ക് നിരത്തിയിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അവിയലിലെ വെള്ളം എല്ലാം നന്നായി വലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അവിയലിലോട്ട് പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങയല്ല ഇവിടെ ചേർക്കുന്നത്, തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 50 മില്ലി തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അവിയലിൻ്റെ നല്ല ഫ്ലേവറിനുള്ളതാണ് കറിവേപ്പില. അതിനുവേണ്ടിയാണ് നമ്മൾ കറിവേപ്പില ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ അവസരത്തിൽ നമ്മുടെ അവിയൽ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി അവിയൽ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ നമ്മുടെ അവിയൽ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇനി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത്. ബൈ ബൈ.